ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ ചട്ടി വാങ്ങിച്ച് വെച്ചിട്ട് നാള് കുറേ ആയി കേട്ടോ, ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഇന്ന് ചട്ടിച്ചോറാക്കാന്ന് കരുതി. രാവിലെ ഞാൻ എന്ത് തട്ടിക്കൂട്ടി ഒരു അവിയലാക്കിയിട്ടുണ്ട്. കുറച്ച് കൊഞ്ച് കണ്ടപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ, കൊഞ്ചവിയലാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതേ ഉണക്ക കൊഞ്ചൊന്ന് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. മുട്ട പൊരിക്കാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിയലിനകത്ത് കടുക് കാച്ചാൻ അപ്പോഴാണ് ഓർത്തത്. അങ്ങനെ പെട്ടെന്ന് കടുവും കാച്ചി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചമ്മന്തി ആക്കി കേട്ടോ, ഉണക്ക കൊഞ്ചിട്ട് ചമ്മന്തിയാണ്. പിന്നെ അതേ കൊഞ്ച് വറുത്തെടുത്തിട്ടുണ്ട്. എൻ്റെ ചട്ടിച്ചോറിൽ നിന്ന് മൊത്തത്തിൽ ഒരു കൊഞ്ച് ഭയം ഉണ്ട് കേട്ടോ. പിന്നെ അതേ മുട്ടയും പൊരിച്ചെടുത്തു, മീനും പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഓടിപ്പോയി ഞാനൊരു വാഴയില വെട്ടിയെടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് നമ്മുടെ പൂ പോലത്തെ ആവി പാർന്ന് ചൂട് ചോറെടുത്ത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറികളായിട്ടുള്ള അവിയലും ചമ്മന്തിയും പിന്നെ ആ ഒരു ഉണക്കക്കൊഞ്ചിൻ്റെ നമ്മുടെ വരട്ടിയതും ആ കൊഞ്ച് വറുത്തതും മുട്ട പൊരിച്ചതും പിന്നെ മീൻ വറുത്തോടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ കറികളൊന്നുമില്ല കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു കൊച്ചു ചട്ടിച്ചോറാട്ടോ റെഡിയാക്കിയേക്കുന്നത്. എന്നിട്ട് ഞാനൊരു വാഴയിലൊന്ന് വാട്ടി എടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അച്ഛനും ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് ഒരു ചട്ടിച്ചോറിൻ്റെ അത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു പൊതിച്ചോറ് കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു വാഴയില വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് അതിലോട്ട് ആ ചോറും ആ സെയിം കറികളും ഒന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പൊതിച്ചോറും ചട്ടിച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാനും അച്ഛനും കൂടി അങ്ങനെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചട്ടിച്ചോറ് ഞാൻ അച്ഛനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ അങ്ങനെ ഉദ്ഘാടിക്കാൻ പോവുകയാണ്. കുറച്ച് അവിയലും ആ ഒരു മുട്ടയും പിന്നെ ആ ഒരു നമ്മുടെ ചമ്മന്തിയും ആ കൊഞ്ചൂടിയൊക്കെ കൂട്ടി അച്ഛൻ്റെ ആദ്യത്തെ ഭാഗം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ ഓടിപ്പോയി ആ ഒരു പൊതിച്ചോറ് കൂടി തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തുറന്നപ്പോൾ നല്ലൊരു മണം വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.